ആക്ച്വലി KSRTC പോവാനും പ്രത്യേക ഒരു ഫീൽ ആയിരിക്കും കേട്ടോ. Can you tell me what is going on inside your mind? 'Cause you're so hard to read, it's like you're tangled in the lies. You tell me one thing, do another. Tell me where you stand. വോയിസ് ത്രിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അങ്ങനെ ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു യാത്ര പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിലാണ്. ഞങ്ങൾക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളും ആയിപ്പോയി. അപ്പം ഇന്നത്തെ ഒരു യാത്രയെന്ന് പറയുന്നത് പത്തനംതിട്ടക്കാർക്ക്, എസ്പെഷ്യലി പത്തനംതിട്ടക്കാർക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ശബരിമലയും ഗവിയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞങ്ങളുടെ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് ഗവിയിലോട്ടാണ്. ചില നാളുകൾക്ക് ശേഷം ഗവി വീണ്ടും തുറന്നിരിക്കുകയാണ്. അവരുടെ ചില റിനോവേഷൻ വർക്കും അതുപോലെ കോവിഡ് സംബന്ധിച്ചും അത് അടച്ചിട്ടേക്കുമായിരുന്നു. പക്ഷേ അത് വീണ്ടും തുറന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങമൊഴി, അവിടുത്തെ ചെക്ക് പോസ്റ്റ്, പിന്നെ അവിടുന്ന് നേരെ ഗവി. അങ്ങമൊഴി ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് ഫോർമാലിറ്റീസും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരിക്കും. അപ്പം നിങ്ങൾ മൊത്തം വീഡിയോ കാണുക. അങ്ങനെ ഞങ്ങൾ വടശ്ശേരിക്കര എത്തിയിരിക്കുന്നു. അപ്പം ഒരു ഹോട്ടലിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി കയറിയേക്കുവാണ്. ഇനി ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഒരു 35-40 കിലോമീറ്ററും കൂടെ കാണും. അപ്പം അതിനു മുമ്പ് നമുക്ക്, കാരണം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല, ലൈക്ക് റെസ്റ്റോറൻറ്റ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ ഓർത്ത് കഴിച്ചിട്ട് പോകാം, പിന്നെ കുറച്ച് ഫുഡ് കാര്യങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം. അവിടെ നിന്ന് ഇറങ്ങാൻ എന്തായാലും ഞങ്ങൾ ലേറ്റ് ആവും. 6 മണി വരെ കാണും അവിടെ. ഞങ്ങളുടെ ആ ഒരു സമയം അത്രയാണ് ഉള്ളത് അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എൻ്റെ കൂട്ടത്തിൽ സിജോ ഇല്ല, അവൻ എക്സാം ആയതുകൊണ്ട് അവനിങ്ങനെ അതിൻ്റെ തിരക്കിൽ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ കൂടെ ഉള്ള വിന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയൻ ജൊഹാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി തുടർന്നുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. ഫുഡ് വാസ് ഓക്കെ, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി ഇവിടുന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ സമയം എന്ന് പറയുന്നത് അവിടെ എത്താൻ 8 മണിയാണ്. ഇപ്പോൾ 7:30 1 മണിക്കൂർ യാത്ര എന്തായാലും എടുക്കും. അപ്പം ഞങ്ങൾ എത്തുമ്പോൾ എന്തായാലും ഒരു 8:30 ആവും. അപ്പോൾ ഞങ്ങൾ തുടർന്ന് അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വടശ്ശേരിക്കരയിൽ നിന്ന് ട്രാവൽ ചെയ്ത് അങ്ങമൊഴിയിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. ഞാൻ അതിന് തന്നെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇവിടെ എത്തേണ്ടത്, ഗവിയിൽ നമ്മൾ എങ്ങനെ പ്രവേശിക്കേണ്ടതിന് കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺലൈനിൽ പാസ് എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വന്നിട്ട്, അതായത് അങ്ങമൊഴി വന്നിട്ട് നമുക്ക് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് ഒരു ഫോം തരും. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യണം. അതിപ്പോൾ വിന്നി ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങമൊഴി ചെക്ക് പോസ്റ്റിൽ പോയി അവിടെ നിന്നാണ് നമ്മൾ പിന്നെ യാത്ര തുടരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങമൊഴി ചെക്ക് പോസ്റ്റ് എത്തി. ഇനി ഇവിടെ നമുക്ക് അവിടുന്ന് മേടിച്ച്, അതായത് നിങ്ങൾ മുമ്പേ കണ്ട അവിടുന്ന് മേടിച്ച് ആ ഫോം നമ്മൾ ഇവിടെ കാണിക്കണം. ഇവിടെ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് ആ ഫോം കാണിക്കണം. ഇവിടുന്ന് ഒരു ഏകദേശം 61 കിലോമീറ്റർ ആണ് ഗവിക്കുള്ളത്. ഇത് മെയിനായിട്ട് ഒരു ഡ്രൈവിംഗ് ത്രൂ വീഡിയോ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് ചില സ്പോട്ടുകൾ നമ്മൾ നിർത്തും. അങ്ങനെ നിർത്താൻ പറ്റുമെങ്കിൽ മാത്രമേ നിർത്തത്തുള്ളൂ. പിന്നെ ഫുൾ ഒരു ഡ്രൈവിംഗ് ത്രൂ, എസ്പെഷ്യലി ഒരു ഫോറസ്റ്റ് റേഞ്ചിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കുറച്ച് വീഡിയോസും ആണ് ഇന്നത്തെ ഇതിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് 2-3 ഡാം ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. സോ അതായിരിക്കും ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഗവിയിൽ നിങ്ങൾക്ക് എങ്ങനെ വരാം, അതിന്റെ കുറച്ച് ഫോർമാലിറ്റീസ്, നിങ്ങൾ വരുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്തേ, ഗവിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് gavikakki.online.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകണം. അപ്പൊ ഈ വെബ്സൈറ്റിൽ, അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, gavikakki.online.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നുണ്ട് ആ സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പോകേണ്ട ഡേറ്റ്, അവിടെ നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ് ആണ്.
അപ്പോൾ പോകേണ്ട ഡേറ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു മാക്സിമം 30 വാഹനങ്ങൾ മാത്രമേ കടത്തി വിടത്തുള്ളൂ. അതുപോലെ ബൈക്കുകൾക്ക് അനുവാദമില്ല. അപ്പം 30 വാഹനങ്ങൾ കടത്തി വിടുമ്പോൾ അവരുടെ വെബ്സൈറ്റ് തന്നെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 30 ബുക്കിംഗ്സ് ആയി കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഡേയിൽ ഫസ്റ്റ് 30 ബുക്കിംഗ്സ് ആയി കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ട് ക്ലോസ് ആവും. പിന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, 30 എണ്ണം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്യുക. നമ്മൾ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ പേര്, ആരൊക്കെയാണ് പോകുന്നത്, അവരുടെയൊക്കെ പേര്, എങ്ങനെയാണ് പോകുന്നത്, ഏത് വണ്ടിയാണ്, വണ്ടിയുടെ നമ്പർ, ഡീറ്റെയിൽസ്, ഈ വക കാര്യങ്ങൾ കൊടുക്കുക. ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അത് ജസ്റ്റ് അഡൾട്ട്സിന് ഒരു 60 രൂപയുടെ കാര്യമുള്ളൂ. ഒരാൾ പെർ ഹെഡ് 60 റുപ്പീസേ ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ചാർജ് അവിടെ നമ്മൾ ഓൺലൈനിൽ തന്നെ അടയ്ക്കണം. അതെ, ഓൺലൈനിൽ പേ ചെയ്താൽ മതി. ആ പേയ്മെന്റ് നമുക്ക് നമ്മുടെ UPI, ഗൂഗിൾ പേ, കാർഡ് പേയ്മെന്റ്, എല്ലാ നെറ്റ് പേയ്മെന്റ്സും കാര്യങ്ങളും എല്ലാം പോസിബിൾ ആണ്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഈ ഓൺലൈനിൽ. ഈ ഓൺലൈനിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്യുന്നത്. ആ ടിക്കറ്റും കൊണ്ട് പിന്നെ നമ്മൾ അങ്കമൊഴി വരണം. ആ അങ്കമൊഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നമ്മൾ കാണിക്കണം. പ്രത്യേകം അതിന് മുമ്പേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞങ്ങൾക്ക് വന്നപ്പോഴും ഒരു ചെറിയൊരു അബദ്ധം പറ്റി. അതുപോലെ പലർക്കും ഒരു അബദ്ധം പറ്റിയതായിട്ട് അതായത് നമ്മൾ ഈ ടിക്കറ്റ്, ഓൺലൈനിലുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ വന്ന് ആങ്ങമൊഴി ചെക്ക് പോസ്റ്റിലെ ഫോറസ്റ്റ് ഗവിയിലോട്ടുള്ള റൂട്ട് കയറാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ അങ്ങനെ ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല. ഓൺലൈനിൽ പാസ് എടുത്തിട്ടുള്ളവര് ഇവിടെ വന്നിട്ട് നമ്മുടെ ഗവി ഫോറസ്റ്റ് റേഞ്ച് ഉണ്ട്, അവിടുന്ന് നമ്മുടെ പാസ്, നമ്മൾ മുമ്പേ കാണിച്ച ടിക്കറ്റ് അത് കാണിക്കണം. ആ പാസ് ടിക്കറ്റ് അവിടുന്ന് എടുക്കണം. നമ്മുടെ ഈ ഓൺലൈനിൽ എടുത്ത ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് ഈ പാസ് അവിടുന്ന് എടുത്തിട്ട് വേണം നമ്മൾ ഇവിടെ വന്ന് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ ഈ ഫോറസ്റ്റിന്റെ നടുവിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. പ്രത്യേക ഒരു ഫീൽ അല്ലേ? പിന്നെ നല്ല സുഖം. ഈ മരമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ രസമാണ് കാണാന്. ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം മുതൽ നമ്മൾ ആകെ കേൾക്കുന്ന സൗണ്ട് ഈ കിളികളുടെയും കാറ്റിന്റെയും പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ലൈക്ക് ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു ഫ്രഷ് എയർ കൊണ്ട് യാത്ര ചെയ്യുക പറയുന്നത്, AC ഒക്കെ ഓഫാക്കി ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഒരു സംഭവം ഒരു നൈസാണ്. റോഡ് കുറച്ച് മോശമാണ്, കുറച്ചല്ല നല്ല രീതിയിൽ റോഡ് മോശമാണ്. നമ്മൾ അങ്കമൊഴിയിൽ നിന്ന് കയറുമ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് റോഡ് മോശമാണ്. അവരിങ്ങനെ മെറ്റില് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പതുക്കെ പോകാൻ വേണ്ടിട്ട് പ്രത്യേകം കുടിച്ചിട്ടേക്കുന്നത്. അത് ശരിയാണ് കേട്ടോ. എന്താണോ പെട്ടെന്ന് തന്നെ ഇത് ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. റോഡ് ഭയങ്കര മോശമാണ്. നമ്മൾ പതുക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ റോഡ് മോശമാണ്. ചെറിയ തണുപ്പ് കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ. നമ്മള് മുകളിലോട്ട് കയറുമ്പോ തണുപ്പ് കൂടി വരുമായിരിക്കും. ചെന്ന് നോക്കാം. നമ്മൾ ആക്ച്വലി ഒരു ഇതിങ്ങനെ കയറി ഒരു മലയുടെ മുകളിലോട്ടാണ് ഇത് പോകുന്നത്, ഈ വഴി പോകുന്നത്. ഇപ്പൊ തന്നെ നല്ലൊരു തണുപ്പും ഇളം കാറ്റും ഒക്കെ ഉണ്ട്, രസമാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങളൊരു സൈഡിൽ ഇങ്ങനെ നിർത്തി. റോഡ് ഭയങ്കര മോശമാണ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ നമുക്കിങ്ങനെ ലൈക്ക് പതുക്കെ ഭയങ്കര കുണ്ടും കുഴിയും ആയതുകൊണ്ട് പതുക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ രസമാണ് ആ ഒരു പതുക്കെ പോകുമ്പോൾ. ഇതാണോ ഈ കിളികളുടെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഭയങ്കര നിശബ്ദത. ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആകെ ഞങ്ങളുടെ മുന്നിൽ ഒരു 5-6 വണ്ടികൾ മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്നു. ഇവിടെ ഇങ്ങനെ വിന്നിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ വിന്നിങ്ങനെ വണ്ടി നിൽക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പ്രകൃതിയുടെ ബ്യൂട്ടിനെസ് ഒക്കെ ആസ്വദിച്ചും കിളികളുടെ ആ കിളിനാദങ്ങൾ കേട്ടും കുറച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ഡാം പാസ് ചെയ്യും. അത് മൂഴിയാർ ഡാമാണ്. അതുപോലെ നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ എല്ലാ ഡാമിൻ്റെ അവിടെയും സെക്യൂരിറ്റി ഗാർഡ് നമ്മളെ വണ്ടി ചെക്ക് ചെയ്യും. അതുപോലെ നമ്മൾ ഒരു ID പ്രൂഫ് കൊടുക്കുകയും വേണം. ഞാൻ ആക്ച്വലി ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒരു 3 ഡാം കവർ ചെയ്താണ് പോകുന്നത്. അത് KCBയുടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റ് ആയിരുന്നു. മെയിനായിട്ട് ഇവിടെ 3 ഡാം ആണുള്ളത്. ഒന്ന് കക്കി ഡാം, ആനത്തോ ഡാം, പമ്പ ഡാം. ഈ 3 ഡാമിന്റെ മുകളിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് കുറച്ചു നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടുന്ന് ഏകദേശം ഇനിയുണ്ട് ഒരു 3/4 മണിക്കൂറും കൂടെ ഗവിക്ക്. ആക്ച്വലി ഗവി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം അല്ലേ? അതെ, ഏറ്റവും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അടുത്ത് ഇത്രയും മനോഹരമായ ഒരു ഫോറസ്റ്റ് ഡ്രൈവ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, വളരെ
രസമുണ്ട്. നമുക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ ഒരു ഡ്രൈവ് പോകണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലക്കാർക്ക് ഓടി വന്ന് കയറാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഗവി എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ ആ ഒരു ഡേറ്റ് പ്രയർ ആയിട്ടൊന്ന് ബുക്ക് ചെയ്താൽ മതി. ആ ഒരു സംഭവമേ ഉള്ളൂ. ഈ വീട്ടിൽ ഇരുന്നൊക്കെ മടുക്കുമ്പോൾ ജോലി സ്ട്രെസ് ഒക്കെ കളയാൻ വേണ്ടി ഒരു ഡ്രൈവ് പോകുന്നത് എപ്പോഴും നല്ലതാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. പ്രത്യേകിച്ച് നല്ല തണുപ്പുമാണ്. ഇപ്പൊ ഡിസംബർ മാസം അറിയാം, നല്ലൊരു തണുപ്പും കാര്യങ്ങളും ആയതുകൊണ്ട് ഭയങ്കര പീസാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഇതാണ്. ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ KCBയുടെ ഒരു ഇലക്ട്രിക്കൽ സ്റ്റേഷൻ കാണാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. നിങ്ങൾ ആ കാണുന്ന ക്യാൻറ്റീനാണ്. ഇവിടുന്ന് നിങ്ങൾ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം നമുക്ക് പിന്നെ ഇവിടുന്ന് യാത്ര തുടരാൻ. കാരണം ഇതും കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല, വെള്ളം പോലും കിട്ടത്തില്ല. അപ്പം ഇവിടുന്ന് നിങ്ങൾ ഫ്രഷപ്പ് ആവുക, വെള്ളം മേടിക്കുക, കഴിക്കാനുള്ളവർ കഴിക്കുക, എന്നിട്ട് വേണം പിന്നെ നിങ്ങൾ യാത്ര ചെയ്യാൻ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല. ഇവിടുന്ന് പിന്നെ ഏകദേശം 42 കിലോമീറ്ററാണ് ഗവിക്കുള്ളത്. ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കയറുന്നില്ല. ഞങ്ങൾ വെള്ളമൊക്കെ വെളിയിൽ നിന്ന് സ്റ്റോക്ക് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ആക്ച്വലി കവർ ചെയ്ത പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ KCBയുടെ ഇലക്ട്രിക്കൽ സ്റ്റേഷൻസ് ആണ്. ഇപ്പം ഇവിടെ കുറച്ച് സ്റ്റാഫും പിന്നെ KCBയുടെ സ്റ്റാഫും വർക്കേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണാം. അവിടുത്തെ ഒരു സാറിനെ ഇപ്പൊ സംസാരിച്ച് നിന്ന് സാർ ഒറ്റയടിക്ക് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അടൂരിന്നാ വരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, നീ MBA അല്ല പഠിച്ച, പിന്നെ എഞ്ചിനീയർ അല്ല പഠിച്ചത്. അത് കറക്റ്റ് കാര്യമാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളി പറയാ മുഖത്ത് നോക്കി ഞാൻ പ്രൊഫഷൻ ആദ്യമായിട്ട് അങ്ങനെ ഒരാളെ കാണുന്നത്. മുഖത്ത് നോക്കി നീ കള്ളനാണോ അല്ലയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മുഖത്ത് നോക്കി പുള്ളി ഞങ്ങളുടെ പ്രൊഫഷൻ പറഞ്ഞു. ഞാനൊരു MBA സ്റ്റുഡന്റ് ആണ്, പിന്നെ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ ഞാൻ വിന്നിയെ പരിചയപ്പെടുത്താം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയില് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ആത്മാർത്ഥ ഒരു സുഹൃത്താണ് വിന്നി എന്ന് പറയുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ മേറ്റ്സ് ആണ്, ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂര്. അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു തിക് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ ആ ഒരു വിഷ്വല് കണ്ടോ, സെറ്റ് അല്ലേ, കിടിലം. ഇതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തി. പിന്നെയും കുറച്ചിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ റോഡ് പിന്നെയും മോശമായി വരുവാണ്. നല്ല രീതിയിൽ മോശമാണ് റോഡ്. ഞങ്ങൾ അതൊന്ന് കാണാൻ വേണ്ടി വണ്ടി ഇങ്ങനെ നിർത്തിയതാണ്. പതുക്കെയാണ് ഞങ്ങൾ പോകുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഡ്രൈവിംഗ് ത്രൂ വീഡിയോ ആയതുകൊണ്ട് പതുക്കെ ഞങ്ങൾ ആ ഒരു ഡ്രൈവൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ പോവുകയാണ്. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ തുടരുന്ന യാത്ര. നമുക്ക് ഏകദേശം ഒരു 6 മണി വരെയാണ് നമുക്ക് ഇവിടെ ഉള്ള ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം, ചെക്കൗട്ട് ചെയ്യണം. 6 മണിക്ക് നമ്മൾ വണ്ടിപ്പെരിയാർ പോയായിരുന്നു. വണ്ടിപ്പെരിയാറാണ് നമുക്ക് പോയി ഇറങ്ങേണ്ടത് 6 മണിക്ക്. ഈ പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാത്ത എത്രയോ പേരുണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാത്ത. ആക്ച്വലി ഈ ഗവി എന്ന് പറയുന്ന ഹിറ്റ് ആയത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഓർഡിനറി സിനിമയാന്ന് തോന്നല്ലേ ഗവി എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നത്. ആ ഒരു മൂവി കൂടെയാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്, വെളിയിലുള്ള ആൾക്കാർക്ക്. പിന്നെ ആ റൈറ്റ് കാണുന്നത് എന്തുവാ സംഭവം, എന്തുവാ അങ്ങോട്ട് വഴിയുണ്ടല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. നമുക്ക് നേരെയും പോവാം. ഇതാണ് നേരെ പോകുന്നതാണ് വഴി എന്ന് പറയുന്നത്. പക്ഷെ റൈറ്റിലോട്ട് എന്തോ ഒരു വഴിയുണ്ട്. ഞാനൊന്ന് പോയി നോക്കുവാണ്. എന്താണെന്ന് പോയി നോക്കാം. റൈറ്റ് എടുത്ത് ഇങ്ങനെ പോയി നോക്കുവാണ്. സംഭവം എന്തോ, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. എന്തോ ഇനി കാണുന്നത് സംഭവം നൈസ്. പെൻ സ്റ്റോക്ക് ഏതാ? ഇവിടെ നിന്നാണ് ഡാമിൽ നിന്ന് വെള്ളം പോയി പവർ ഹൗസിലായിട്ട് ഇത് പോയി ജനറേറ്റ് ആവുന്നത് അല്ലേ, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവുന്നത്. എത്ര ഉയർത്തി വരുന്നത് അത് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്ന സംഭവം തോന്നല്ലേ. അതെനിക്കൊന്ന് സർച്ച് ടാങ്കോ അങ്ങനത്തെ ഒരു ടാങ്ക് ആയിരിക്കും പ്രഷർ ബിൽഡ് ആവുന്നത്, റിലീസ് ആവാൻ വേണ്ടിട്ടൊക്കെ സെറ്റപ്പ്. ഇതിനകത്തൂടെയാണ് വെള്ളം. എത്ര വലിപ്പം നോക്കിയേ, എത്ര പേർക്ക് ഇതിനകത്ത് കയറി നിൽക്കാൻ പറ്റും. അപ്പൊ 3 എണ്ണം ഇതേലെ പോയിട്ട് ആണ് ഈ സംഭവം പവർ ജനറേഷൻ. എന്റെ മോനെ സംഭവം നൈസ് കേട്ടോ. ആ വിഷ്വല് കണ്ടോ നിങ്ങള്? എന്താ, ഞാനിപ്പോ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു കോൺക്രീറ്റ് ഇട്ട ഒരു സംഭവത്തിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ നിൽക്കുവാണ്. വിഷ്വല് നൈസ് സംഭവം. അങ്ങനെ നല്ല അടിപൊളി കുറച്ച് വിഷ്വൽസ് കണ്ട് കുറച്ച് നല്ല കിടുക്കാച്ചി ഫോട്ടോസ് എടുത്തു കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടരുവാണ്. നമ്മൾ ഈ ഒരു റൂട്ട് പോകുമ്പോൾ വിക്ക ആനിമൽസിനെ കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത് അല്ലേ? സംഭവം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്
നമ്മുടെയൊക്കെ ലക്ക് പോലെ ഇരിക്കും. പക്ഷെ എല്ലാ ആനിമൽസും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് ഈ റോഡിലൂടെ ഒക്കെ ഇങ്ങനെ വണ്ടി ഓടിക്കാന്നുണ്ട്, പക്ഷെ വിന്നി തരുന്നില്ല. കുറച്ചും കൂടെ നീ ഡ്രൈവിംഗ് പഠിക്കാറുണ്ട്, അതിനുശേഷം വണ്ടി ഓടിക്കുന്നത്. സംഭവം നൈസ്, കിടു കിടു, എൻജോയ്. എന്തല്ലേ വിന്നിയ, പത്തനംതിട്ടയിലെ ഒരു ഭംഗിയാണ് നമ്മൾ കാണുന്നത് അല്ലേ? രക്ഷയില്ല, അടിപൊളിയാണ് സംഭവം, കിടിലം. ഞങ്ങളിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ വണ്ടി ഒന്ന് നിർത്തി, ഒരു പരീക്ഷണത്തിന് വേണ്ടി നിർത്തിയതാണ്. നമ്മൾ ഈ ഫോറസ്റ്റിലോട്ട് വരുമ്പോഴേ ഈ ഒരു വേ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സൗണ്ട് കാര്യങ്ങൾ, ആ ഒരു കിളിനാദം, അതിൻ്റെ ആ സ്വീറ്റ്നെസ് ഒക്കെ കേൾക്കാൻ പറ്റും. അപ്പം അതൊന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കി ഇങ്ങനൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്കത് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കാം, ഞാനൊന്ന് എടുത്ത് നോക്കാം. അങ്ങനെ ഞങ്ങൾ ആ ഒരു കിളിനാദത്തിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളും, ആ ഒരു സ്വീറ്റ്നെസ് സൗണ്ട് കേട്ടിട്ട് വീണ്ടും ഇവിടുന്ന് യാത്ര തുടരുവാണ്. ഏകദേശം ഇവിടുന്ന് എത്ര കിലോമീറ്റർ കാണും? നമ്മൾ പതുക്കെ വരുന്നതുകൊണ്ട് ഇനിയും ഒരു 30 കിലോമീറ്ററും കൂടെ കാണും. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു അടിപൊളി സ്പോട്ട് കണ്ട് വണ്ടി നിർത്തി. സംഭവം കണ്ടോ? ഇത് ഏത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഒരു തടാകം പോലൊരു സംഭവം. ആ മഞ്ഞ് മലകൾ നിങ്ങൾ കണ്ടോ? കോട മഞ്ഞിറങ്ങി നിൽക്കുന്ന ആ മലകൾ, എന്താ സംഭവമല്ലേ കാണാൻ. അപ്പം നമ്മൾ മുമ്പേ കണ്ടത് ഏതിൻ്റെ വെള്ളമാണെന്ന് ചോദിച്ചാൽ കക്കി ഡാമിൻ്റെ വെള്ളമാണ്. നമ്മൾ ആദ്യമേ കണ്ടത് മൂഴിയാർ ഡാമാണ്, പിന്നെ കക്കി ഡാമുണ്ട്, പിന്നെ ആനത്തോട് ഡാമും പമ്പ ഡാമും, ഇങ്ങനെയാണ് വരുന്നത്. ഈ 4 ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ കക്കി ഡാമിലോട്ട് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. നമുക്കിങ്ങനെ ഡാമിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കാനോ വണ്ടി നിർത്താനോ ഒന്നും പറ്റത്തൊന്നുമില്ല. ഇതാണ് കക്കി ഡാം. വാ, നിങ്ങൾ കണ്ടോ മോനെ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഈ വിഷ്വൽസ് എന്നാ സെറ്റപ്പാ, കിടിലം. എന്നല്ലേ സംഭവം കണ്ടോ? പത്തനംതിട്ട ജില്ലയുടെ ആ ഒരു ബ്യൂട്ടിനെസ് ആണ് നിങ്ങൾ കാണുന്നത്. You're so hard to read, it's like you're tangled in the lies. You tell me one thing. അപ്പം കക്കി ഡാമിൻ്റെ അവിടെ വരുമ്പോൾ നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യുക അവർ. എനിക്ക് തോന്നുന്നു എല്ലാ ഡാമിൻ്റെ അവിടെ വരുമ്പോൾ അവർ വണ്ടി ചെക്ക് ചെയ്യും അവർ. നമ്മൾ വണ്ടി നമ്പർ അവർ നോക്കും, എന്നിട്ട് നമ്മുടെ ലൈസൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ID പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇവിടെ അവരൊരു വെരിഫിക്കേഷൻ നമ്മളെ നടത്തും. ഇനിയും ഫുൾ കാടാണ്. ഏകദേശം ഇനി 25 കിലോമീറ്റർ ഉണ്ട്. 49 കിലോമീറ്റർ ഉണ്ട്. 25 കിലോമീറ്റർ. നമ്മുടെ ഡെഡ് എൻഡ് എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാറാണ്. അവിടെ നമ്മൾ 6 മണിക്ക് മുമ്പ് ഇറങ്ങണം. ഇതാണ് സംഭവം. നമ്മൾ അങ്ങനെ ഏകദേശം കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത ഒരു ഡാമും കൂടെ നമ്മൾ പാസ് ചെയ്ത് പോയത് ആനത്തോട് ഡാമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞ പോലെ 4 ഡാമുകളാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതെല്ലാം നമ്മളിങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Tell me what is going on tonight inside your mind, 'cause this isn't the way that we planned it. We never allowed for a broken heart. This isn't the way that we പിന്നെ ഇത്ര നേരം വന്ന എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയാനില്ല, വെറുതെ അടിപൊളിയായിരുന്നു, കിട്ടില്ലായിരുന്നല്ലേ? പിന്നെ ഇങ്ങനെ ആന ഇങ്ങനെ തേടി നോക്കി നടക്കുവാണ്. കാണുന്നുണ്ടോ അത് കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിലാണ് വിന്നി. ഒരാൾ ഇവിടെ നിന്ന് ചെയ്യുന്ന കണ്ടോ? കിട്ടിയോ? കിട്ടി കേട്ടോ. ആ ഒരു കിളിയെ എടുക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും നേരം. വൈൽഡ് ഫോട്ടോഗ്രാഫി എൻ്റെ പൊന്നെ. ഇത് കണ്ടോ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഫുൾ കുന്നുകളാണ് ഇതിൻ്റെ ചുറ്റും, ഫുൾ കുന്നുകൾ. നമ്മൾ അത്രയും നേരം നമ്മൾ ഭയങ്കര ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്ത് വന്നിട്ട് ഇപ്പം കുറച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ ഫുൾ കുന്നുകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുവാണ്. മൊത്തം കുന്നുകളാണ്. അതോടെ റോഡ് ഭയങ്കര അഴുക്കും. നമ്മുടെ പുറകിലൊരു വണ്ടിയുണ്ട്.
ആകെ ആ ഒരു വണ്ടീനെയാണ് ഇത്ര നേരമായിട്ട് നമ്മൾ കണ്ടത്. സംഭവം സെറ്റാ, അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഗവി എത്തിയിട്ടില്ല ഇതുവരെ ആയിട്ട്, ഇനിയുണ്ട് ഗവിക്ക്. നമുക്ക് പതുക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ ഇതാണ്ട് ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ. നമ്മളപ്പോൾ ഇനി ഗവിയുടെ ഏരിയയിലോട്ട് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. അങ്ങനെ ഒരു 65 കിലോമീറ്ററിന് ശേഷം നമ്മൾ ഗവിയിലോട്ട് ഇങ്ങനെ പ്രവേശിക്കുന്നു. അപ്പം നമ്മളിവിടെ ഇറങ്ങിച്ചെന്ന് നമുക്ക് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ചെറിയൊരു പണി കിട്ടി. മലയാളികൾ നല്ലവരായതുകൊണ്ട് നമ്മള് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലായിരുന്നു ഇവിടെ ക്യാമറയ്ക്കും വണ്ടിക്കും പാസ് വേണോ എന്നുള്ളതാണ്. ഞങ്ങൾ ഫുഡ് മേടിച്ച്, ലിക്വിഡ് ക്യാഷ് ഉള്ളത് ഫുഡ് മേടിക്കുകയും വെള്ളം മേടിക്കുകയും എല്ലാം ചെയ്തു. കൈ വന്നപ്പോൾ ക്യാഷ് ഇല്ല, 20 രൂപയുടെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു വണ്ടിക്കാരെ സഹായിച്ചു. പിന്നെ ഇവിടെ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും പോയി. അതായത് ക്യാമറയ്ക്ക് ഒരു പാസ് ഉണ്ട്, 70 രൂപ ക്യാമറയ്ക്ക്, വണ്ടിക്ക് 130 രൂപയാണ്. അങ്ങനെ ഒരു പാസ് ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഗവി റോഡ് പ്രവേശിച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ KSEBയുടെ ഒരു ക്യാൻറ്റീനുണ്ട്. ഇവിടെ കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, കാരണം താഴെ ബുക്കിങ്ങിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരത്തെ ബുക്ക് ചെയ്യണമെന്ന് തോന്നും. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടെ ഉണ്ട് ഗവിക്ക്. പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനത്തെ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. ഇതുണ്ടോ, ഇങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ, ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞത്. ഈ റോഡ് നമ്മളിങ്ങനെ പോവുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 10 കിലോമീറ്ററും കൂടെ ഇനിയുണ്ട് ഗവിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പോന്നു. സോ എക്സൈറ്റഡ്. നമ്മളിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഒരു T ജംഗ്ഷൻ ഉണ്ട്, കുമിളി റോഡ്. ഗവിയിൽ നിന്ന് നമുക്കൊരു ബോർഡ് കാണാം, ഗവിക്ക് 10 കിലോമീറ്റർ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കറക്റ്റ് 10 കിലോമീറ്റർ ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ യാത്ര തുടരുന്നു. അടുത്ത ഡാം പമ്പ ഡാമിലോട്ട് നമ്മളിങ്ങനെ പ്രവേശിക്കുകയാണ്. ഇത് പമ്പ ഡാമാണ്. പമ്പ ഡാമിലോട്ട് നമ്മളിങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞു. ആ കാണുന്നതാണ് പമ്പ ഡാം എന്ന് പറയുന്നത്, അങ്ങ് കാണുന്നതാണ്. അപ്പോൾ ആ റോഡ് നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് ഡാമാണിത്, ലാസ്റ്റ് ഡാം. ഇനി നമുക്ക് നേരെ ഗവിയാണ്, ഒറ്റ സ്ട്രെച്ച് ഗവി. അങ്ങനെ നമ്മൾ പമ്പ ഡാം പാസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു എക്കോ ടൂറിസത്തിൻ്റെ ഒരു സംഭവം ഉണ്ട്. റിവർ റാഫ്റ്റിങ്, ട്രെക്കിങ്, അതിൻ്റെ ഒരു ഏരിയ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒരാൾക്ക് 120 രൂപയാണ് ഇവിടെ നമുക്കത് ചെയ്യണമെങ്കിൽ. റിവർ റാഫ്റ്റിങ്ങും മറ്റേ വഞ്ചിയിൽ തുഴയുന്ന അതൊക്കെ ചെയ്യണമെങ്കിൽ 120 രൂപയാണ്. അപ്പം ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബുക്ക് ചെയ്ത് പാസ് എടുത്ത് വന്നേക്കുന്നത് GaviKakki.online.com-ലല്ലേ. അത് നമുക്ക് ഈ പ്രവേശനമാണുള്ളത്. ഈ ഗവി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവിയിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറയാം. അതായത് ടെൻറ്റിങ്ങും അല്ലാതെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഗവി ഒരു 8 കിലോമീറ്റർ ഉണ്ടല്ലോ, നമുക്ക് ഗവി പോയിട്ട് ആ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാം നമുക്ക്. എന്നിട്ട് എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല, നമുക്ക് വേറൊരു ദിവസം നമ്മൾ നോക്കാം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡ്രൈവിംഗ് ത്രൂ വീഡിയോ ആണ്. ഇവിടുത്തെ ഇങ്ങനെ ഒന്ന് ബിസി ഷെഡ്യൂളിൽ നിന്ന് മാറി നിന്ന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്ന് വന്നതാണ് സംഭവം. നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേ ഇവിടെ കണ്ട കുറേ കുടിലുകളും കാര്യങ്ങളും, കുറച്ച് സഹോദരന്മാർ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെറ്റില്ല. അപ്പോൾ വിൻഡി ചോദിക്കുവാണ് എങ്ങനെയാണ് അവർ സർവൈവ് ചെയ്യുന്നത്, ഈ ഒരു കാലത്ത് നെറ്റും ഇല്ല. എങ്ങനെയാ ചേട്ടാ നെറ്റില്ലാതെ? നല്ലൊരു കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലൊന്നും ഒഴിവാക്കിക്കൊണ്ട് ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ പൊക്കത്തിൽ പോയിരുന്നു വിളിക്കുക. പൊക്കത്തെ BSNL മാത്രമേ ഉള്ളൂ റേഞ്ച്. ഇനി അവർക്ക് PUBG കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് PUBG കളിക്കണം. അങ്ങനെ ഏകദേശം 61 കിലോമീറ്റർ നമ്മൾ കാട്ടിലൂടെ യാത്ര ചെയ്ത് ഗവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാണ് ഗവി എക്കോ ടൂറിസം സെൻറ്റർ. നമ്മൾ അങ്ങനെ ഗവിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. ആ കാണുന്നത് ഗവി ഡാമാണ്.
ഇതാണ് നമ്മുടെ മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗവി എക്കോ ടൂറിസം സെൻറ്റർ. ഇവിടെ നല്ല മനോഹരമായ ഒരു പ്രതിമ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വെൽക്കം ടു ഗവി എന്നുള്ളൊരു ബോർഡ് ഇവിടെ ഉണ്ട്. വെൽക്കം ടു ഗവി ലാൻഡ് ഉണ്ടോ ഉള്ളൊരു ബോർഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം വിന്നി മറ്റേ കാര്യങ്ങൾ അതിനെപ്പറ്റി തിരക്കാൻ വേണ്ടിയൊക്കെ അങ്ങോട്ട് കയറിപ്പോയി. ബിക്കോസ് സ്റ്റേയിനെ പറ്റിയൊക്കെ അറിയാൻ വേണ്ടി. ഞങ്ങൾ ഗവി പ്രവേശിച്ച് കഴിഞ്ഞു. നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡാമും കൂടെ കാണാം, കുള്ളാർ ഡാം. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തി കുറച്ച് നേരം കൂടി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ അടുത്ത് കുറച്ച് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ കാര്യങ്ങൾ അല്ലേ പിന്നെ വരുന്നവർക്ക്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഗവിയെ പറ്റി പറയുമ്പോൾ പലർക്കും അറിയാത്തൊരു സംഭവമുണ്ട്. ഗവിയിൽ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റുമോ, എങ്ങനെയാണ് ഗവിയിലെ സ്റ്റേയോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൂറിസം ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവി കക്കി online.com കയറി നമ്മൾ ജസ്റ്റ് എൻട്രി ഡ്രൈവിംഗ് ത്രൂ ആണ് നമ്മൾ പാസ് എടുത്ത് കയറി ഇറങ്ങി പോകുന്നത്. നമ്മൾ അതായത് നമ്മൾ ആദ്യമേ തന്നെ പറയുന്നുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുവാണ്. അതെ, നമ്മളൊരു അഡീഷണൽ ഒരു ഇൻഫർമേഷൻ ഇവിടെ പാസ് ഓൺ ചെയ്യും. അതായത് ഇവിടെ വന്ന് താമസിക്കണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുവാണ്. ഗവി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞ പ്രോഗ്രാം ത്രൂ ആണ് ഇവിടെ സ്റ്റേയും കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് ഗവിയിൽ താമസിക്കാൻ പറ്റും, കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിന് വെബ്സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. gavi.kfdc.ecotourism.com. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗവിയിൽ താമസിക്കാനുള്ള സൗകര്യവും പിന്നെ അതിൻ്റെ കൂടെയുള്ള പല ആക്ടിവിറ്റീസ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ താമസിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ മാൻഷൻ ജംഗിൾ ലോഡ്ജ്, അതായത് റൂംസ് ആണ്, ജനറൽ റൂംസ് ആണ്. അവിടെ 24 hours ആണ് ടൈം ഫ്രെയിം പറയുന്നത്. നമുക്ക് 3 times ഫുഡ് വരും. പിന്നെ ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്, ട്രെക്കിങ് ഫോറസ്റ്റിൽ, പിന്നെ ത്രൂ ശബരിമല വ്യൂ പോയിന്റ് പോകുന്നത്, പിന്നെ ജംഗിൾ സഫാരി, ബോട്ടിങ് ഇൻ ഗവി ലേക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ചെയ്തിട്ട് പെർ പേഴ്സൺ വരുന്നത് 330 റുപ്പീസാണ്. 3330 രൂപ പ്ലസ് GST ടാക്സ് വരും. പിന്നെ അത് കൂടാതെ വേറൊരു കോട്ടേജ് ഉണ്ട്, സ്വിസ് കോട്ടേജ് ടെന്റ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 3895 റുപ്പീസ് ആണ് വരുന്നത്. ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോഡ്ജിൽ റൂംസ് ആണ്. ഈ പറഞ്ഞ സ്വിസ് കോട്ടേജ് ടെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. കാണാൻ പറ്റത്തില്ല ഇല്ലേ? ഇത് കാണുന്നത് ഈ സംഭവം ആ ഗ്രീൻ കളർ അത് കാണുന്നുണ്ടോ? ആ കോട്ടേജ് ആ പറയുന്നത് ജസ്റ്റ് പെർമനന്റ് ടെന്റ് സെറ്റപ്പ് ആണ്. അവിടെ താമസിക്കുന്നതിന് അവിടെ റൂമല്ല, നമ്മുടെ ജനറൽ റൂമല്ല, ജസ്റ്റ് ഈ പെർമനന്റ് ടെന്റ് സെറ്റപ്പ് ആണ്. അവിടെ താമസിക്കുവാണെങ്കിൽ മേളിൽ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടാവും. അതിന് 3895 പ്ലസ് ടാക്സ് വരും. ഈ 2 പ്രോഗ്രാമാണ് ഇപ്പോൾ ഇവർക്ക് താമസത്തിനുള്ളത്. പിന്നുള്ള വേറൊരു പ്രോഗ്രാം ഉണ്ട്, രാവിലെ വന്നിട്ട് വൈകിട്ട് ഇറങ്ങി പോകുന്നത്. അവിടെ താമസമില്ല, അതിന് പകരം നമുക്ക് ട്രെക്കിങ്, ബോട്ടിങ്, പിന്നെ ശബരിമല വ്യൂ പോയിന്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ 1659 രൂപ പെർ പേഴ്സൺ പ്ലസ് GST. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ അവർക്കില്ലാത്തൊരു സംഭവമുണ്ട്, ജംഗിൾ ക്യാമ്പ്. അത് കോവിഡ് ആയതുകൊണ്ട് അവർ ടെമ്പററി അടച്ചു വെച്ചേക്കും. അത് അടുത്ത വീക്ക് മുതലെങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ജംഗിളിൽ ടെമ്പററി സെറ്റപ്പിൽ ടെൻസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻ സെറ്റപ്പിൽ 4 പേർ, മിനിമം 4 പേര് വെച്ചിട്ട് 15484 രൂപയാണ് ഒരു കംപ്ലീറ്റ് ടെന്റ്. അതായത് 4 പേർ. അത് ഇച്ചിരി റേറ്റ് കൂടുതലാണോ അല്ലേ? മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി റേറ്റ് കൂടുതലാണ് എല്ലാം. പക്ഷേ ഇതിന്റെ എങ്ങനെയാണ് ഇവരുടെ പ്രോസസ്സിങ് അല്ലെങ്കിൽ ഇവരുടെ പ്രോഗ്രാംസ് എങ്ങനെയാണ്, എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും തീർച്ചയായും മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഒന്നുകൂടെ ഒരു ട്രൈ നമ്മൾ നടത്തി നോക്കാം അത് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള പറയാനുള്ളത്. ഗവിയിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, അതിനെപ്പറ്റി അറിയാത്തവർക്കുള്ള ഡിസ്ക്രിപ്ഷൻ, ഇതിൻ്റെ വെബ്സൈറ്റും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇത്ര കാര്യങ്ങൾ. അപ്പം കാരണം വിന്നിയാണ് അതിൻ്റെ അകത്ത് പോയി കൂടുതൽ കാര്യങ്ങൾ തിരക്കിയത്. ഞാൻ പോയില്ല, കാരണം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് വിന്നി പോയി അത് മനസ്സിലാക്കി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളും സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗവി വന്ന് സ്പെൻഡ് ചെയ്യുക, 2-3 ദിവസം താമസിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിൻ്റെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് യാത്ര തുടരാം. Space between us. Yeah, I'm gonna be there for you. I'm not gonna give up. I'm not gonna give up on you. I'm not gonna give up. I'm not gonna give up on you. വിന്നി
അത് കണ്ടോ, കുരങ്ങൻ 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 കുരങ്ങൻ. വേറൊരു വെറൈറ്റി സംഭവം അല്ലേ അത് പോയി പിന്നെ അതിൻ്റെ അടുത്ത് ചെല്ലുന്ന ഡേഞ്ചറാന്ന് തോന്നുന്നു കേട്ടോ. കാണാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ വൃക്ഷങ്ങളുടെ കൊമ്പ് കാണാൻ പറ്റത്തില്ല. ടാസ്ക കുറച്ച് മുന്നോട്ട് എടുത്ത് പിന്നെ ഇല്ല, കാണാൻ പറ്റത്തില്ല. പോയി അത്. Tell me what is going on tonight inside your mind. 'Cause this isn't the way that we planned it. We never allow for a broken heart. This isn't the way that we dreamt of living, drifting further apart. What happened to happy ever after? What happened to living like forever young? Seems like we're living in a night. ഇവിടുന്ന് ഇനി ഓൾമോസ്റ്റ് വണ്ടിപ്പെരിയാർക്ക് 20 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഈ ഡ്രൈവിംഗ് ത്രൂ ഏകദേശം അവസാനിക്കാറായി. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡെഡ് എൻഡ് എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാറാണ്. അവിടെ നമുക്ക് 6 മണിക്ക് മുമ്പ് നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. ഇതുവരെ വന്നത് നിങ്ങൾ ആ വീഡിയോ വിഷ്വൽസും കാര്യങ്ങളും കണ്ടല്ലോ, കിടിലല്ലേ, പോളിഷ് സംഭവം അല്ലായിരുന്നോ? റിയലി എൻജോയ് ചെയ്തു കേട്ടോ, റിയലി എൻജോയ് ചെയ്തു. സംഭവം കിടിലമായിരുന്നു. നിങ്ങളെ ഞങ്ങൾ മാക്സിമം ഞാൻ കാണിക്കാവുന്ന എല്ലാ കാര്യവും കാണിച്ചിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് വന്ന് ഇവിടെ എൻജോയ് ചെയ്യുക, അതാണ് നിങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ അത് എൻജോയ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഫീല് നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്യുന്നതൊക്കെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും പത്തനംതിട്ടക്കാർക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ വള്ളക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. ഇനി ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്ററും കൂടെയാണ് വണ്ടിപ്പെരിയാറിനുള്ളത്. ആൾ താമസങ്ങളും കാര്യങ്ങളും എല്ലാം വന്നു. അങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് കുറച്ച് മാറി നമ്മളിങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇനിയും നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളും ഉണ്ട്. ഇത് ആക്ച്വലി വള്ളക്കടവ് ചെക്ക് പോസ്റ്റാണ്. അങ്ങനെ നമ്മൾ വള്ളക്കടവ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വണ്ടിപ്പെരിയാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെഡ് എൻഡ് എന്ന് പറയുന്ന വണ്ടിപ്പെരിയാർ അല്ലേ, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഗവി വഴി വണ്ടിപ്പെരിയാർ ചെല്ലുക. ആ ഒരു ഡ്രൈവ് എൻറ്റയർ ഫോറസ്റ്റിലൂടെയാണ്. അതൊന്ന് ആസ്വദിക്കാനും ആ കാര്യങ്ങളും ആ വിഷ്വൽസും ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സംഭവം കിടിലല്ലായിരുന്നോ? അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാണ് വണ്ടിപ്പെരിയാർ. ഇവിടുന്ന് ലെഫ്റ്റ് കോട്ടയം, റൈറ്റ് കുമിളി തേനി റൂട്ടാണ്. ഇതാണ് വണ്ടിപ്പെരിയാർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വണ്ടിപ്പെരിയാർ എത്തിക്കഴിഞ്ഞു. സോ നിങ്ങൾ കണ്ടോ, ഫുൾ തേയിലത്തോട്ടങ്ങളും കൊണ്ട് ഇത് ചുറ്റും കിടക്കുവാണ്. ഭയങ്കര ഒരു ഹൈ റേഞ്ച് പ്രദേശം പോലെ. ഇപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി. അങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അതിമനോഹരമായ ഒരു യാത്രയും കാര്യങ്ങളുമായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, നല്ല കിടിലം സ്ഥലങ്ങൾ, നല്ലൊരു ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാറാണ്. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ വലിയ എങ്ങനെയായിരുന്നോ? അടിപൊളി റൈഡായിരുന്നു, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാനൊന്നുമില്ല. മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ വണ്ടിപ്പെരിയാറാണ് നിൽക്കുന്നത്. അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്തു. നമ്മളിനിയും കോട്ടയം വഴി കയറി ഞങ്ങൾ അങ്ങ് തിരിച്ച് പത്തനംതിട്ട പോവുകയാണ്. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കണും കൂടെ ഞെക്കുക. അടുത്ത ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കേണ്ടതിന്. അപ്പം ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇറ്റ്സ് ബി ജോഷ് സൈനിങ് ഔട്ട്. ബൈ. I'm an icon, man. And my girl about a 10. I should fuck her in the Benz.